കരിമണൽ മേഖലയിൽ സ്വകാര്യ ഖനനം എന്നുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാട് തള്ളി വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം നടക്കില്ലെന്നും ആലപ്പുഴയിലെ കരിമണൽ തൊടാൻ അനുവദിക്കില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. ബജറ്റിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന് നേർവിപരീതമാണ് വ്യവസായ മന്ത്രിയുടെ വിശദീകരണം. കരിമണൽ ഖനനത്തിലും സ്വകാര്യവൽക്കരണത്തിലും മദ്യനയത്തിലും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പല തട്ടിലാണ് അഭിപ്രായങ്ങൾ. ബഡ്ജറ്റിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം കേൾക്കാം. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു, സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞു. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പോൾ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? പിന്നെ മിനറൽ കോറിഡോറാണ്. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. എന്താണ് അതിൽ നിന്ന് ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട്? ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിൻ്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിക്കുന്ന ഒരു വാചകം ഈ ബജറ്റിലില്ല. പിന്നെ എന്തിനാ ഈ ക്ലീശേ വന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് പറയണേ? നീ വേറെ എല്ലാം ചോദിക്കും. ഇപ്പോൾ വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ ഇനി പറ്റൂല, അത് റിസർവ്ഡ് ഫോർ പബ്ലിക്. ആലപ്പുഴ തീരദേശത്ത് കരിമണൽ തൊടാനുള്ള പരിപാടി ഈ ഗവൺമെന്റിനില്ല, ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കരിമണൽ ഖനനം നടക്കൂല, അത് സ്വകാര്യ മേഖലയിൽ ഒട്ടും നടക്കൂല. ആലപ്പുഴ തീരം ഞങ്ങൾ തൊടൂല, ആ സംശയം വേണ്ട. മുഖ്യമന്ത്രി തന്നെ ആദ്യം പറയുന്നതിൽ നിന്ന് യു-ടേൺ അടിക്കുന്ന കാഴ്ചയും കാണാം. പിന്നെ വീണ്ടും സ്വകാര്യവൽക്കരണം. എന്ത് ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഒരു വാചകം പോലും സ്വകാര്യവൽക്കരണത്തെ കുറിച്ചില്ല. ഞങ്ങൾ മിനറൽ കോറിഡോർ പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇല്ല. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, ഒരു വകുപ്പിലും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടടുത്ത് രാഷ്ട്രീയ തീരുമാനമെടുത്തും ചെയ്യും. വിഭവ സമാഹരണത്തിനായി സ്വകാര്യവൽക്കരണത്തിന്റെ വാതിൽ തുറക്കാനായിരുന്നു മുഖ്യമന്ത്രി നീക്കം നടത്തിയത്. പക്ഷേ വ്യാപകമായ എതിർപ്പ് ഉയർന്നതോടെ സർക്കാരിലും മുന്നണിയിലും ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുകയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.